ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫോർ വീലേഴ്സിൻ്റെ സെയിൽസ് റിപ്പോർട്ടാണ്. 2025 ഏപ്രിൽ മാസത്തിലെ റിപ്പോർട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. എന്നും ചെയ്യണ പോലെ നമ്മൾ ടോപ്പ് 10 ലിസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ടോപ്പ് 10 വരുന്ന വാഹനങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ടോപ്പ് 10 പെടാത്ത വാഹന കമ്പനികളാണ് പോർഷെ, ഓഡി, റോൾസ് റോയ്സ്, JRL ഇന്ത്യ, അങ്ങനെ 4 കമ്പനികൾ. ഇതിൽ പോർഷെ 4 യൂണിറ്റുകളാണ് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്തിയിട്ടുള്ളത്. ഓഡി ആണെങ്കിൽ 3 വാഹനങ്ങളാണ് വിൽപ്പന നടത്തിയിട്ടുള്ളത്. റോൾസ് റോയ്സിൻ്റെ ഒരു വാഹനവും ജാഗുർ ലാൻഡ് റോവറിൻ്റെ ഒരു വാഹനവുമാണ് ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയിൽ വിൽപ്പന നടത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ടോപ്പ് 10 ലിസ്റ്റിലേക്ക് പോകാം. ടോപ്പ് 10 ലിസ്റ്റിൽ 10ാമത്തെ സ്ഥാനത്തുള്ളത് കിയാണ്. കിയ 31 വാഹനങ്ങളാണ് 2025 ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്തിയിട്ടുള്ളത്. മാർച്ച് മാസത്തിൽ ഇത് 24 വാഹനങ്ങളായിരുന്നു. 7 വാഹനങ്ങളുടെ അധിക വിൽപ്പനയിലൂടെ ഇവർക്ക് 29.2% വളർച്ച നേടാൻ സാധിച്ചിട്ടുണ്ട്. 9ാമത്തെ പൊസിഷനിലുള്ള വാഹന കമ്പനി വോൾവോ ആണ്. വോൾവോയ്ക്ക് ഏപ്രിൽ മാസത്തിൽ 35 വാഹനങ്ങളാണ് വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുള്ളത്. മാർച്ച് മാസത്തിൽ ഇത് 24 വാഹനങ്ങളായിരുന്നു. 11 വാഹനങ്ങളുടെ അധിക വിൽപ്പനയിലൂടെ ഇവർക്ക് 45.8% വളർച്ച നേടാൻ സാധിച്ചിട്ടുണ്ട്. 8ാമത്തെ പൊസിഷനിലുള്ളത് PCA ഓട്ടോമൊബൈൽസിൻ്റെ സിട്രോൺ ആണ്. സിട്രോൺ ഏപ്രിൽ മാസത്തിൽ 48 വാഹനങ്ങളാണ് വിൽപ്പന നടത്തിയിട്ടുള്ളത്. മാർച്ച് മാസത്തിൽ ഇത് 46 വാഹനങ്ങളായിരുന്നു. 2 വാഹനങ്ങളുടെ വിൽപ്പന കൂടുതലാണ് ഇവർ നേടിയിട്ടുള്ളത്. അത്തരത്തിൽ 4.3% വളർച്ച ഇവർക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. 7ാമത്തെ പൊസിഷനിലുള്ളത് ബെൻസ് ആണ്. ബെൻസിന് 81 വാഹനങ്ങളാണ് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുള്ളത്. മാർച്ച് മാസത്തിൽ ഇത് 170 യൂണിറ്റുകളായിരുന്നു. 89 യൂണിറ്റുകൾ കുറവാണ് ഇവർക്ക് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ 52.4% ഇടിവാണ് ഇവരുടെ വിൽപ്പനയിൽ ഉണ്ടായിട്ടുള്ളത്. 6ാമത്തെ പൊസിഷനിലുള്ള വാഹന കമ്പനിയാണ് BMW. BMWന് 128 വാഹനങ്ങളാണ് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ മാർച്ച് മാസത്തിൽ ഇത് 250 യൂണിറ്റുകളായിരുന്നു. ഈ മാസത്തിൽ 122 വാഹനങ്ങളുടെ കുറവ് വിൽപ്പനയാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ 48% ഇടിവാണ് ഇവരുടെ വിൽപ്പനയിൽ ഉണ്ടായിട്ടുള്ളത്. 5ാമത്തെ പൊസിഷനിലുള്ള വാഹന കമ്പനിയാണ് BYD. BYDക്ക് 350 വാഹനങ്ങളാണ് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുള്ളത്. മാർച്ച് മാസത്തിൽ ഇത് 396 വാഹനങ്ങളായിരുന്നു. 46 വാഹനങ്ങളുടെ വിൽപ്പനയിൽ കുറവാണ് ഈ കഴിഞ്ഞ മാസത്തിൽ ഉണ്ടായിട്ടുള്ളത്. 11.6% ഇടിവാണ് വിൽപ്പനയിൽ ഉണ്ടായിട്ടുള്ളത്. 4ാമത്തെ പൊസിഷനിലുള്ള വാഹന കമ്പനിയാണ് ഹ്യുണ്ടായി. ഹ്യുണ്ടായിക്ക് 686 വാഹനങ്ങളാണ് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുള്ളത്. മാർച്ച് മാസത്തിൽ ഇത് 849 യൂണിറ്റുകളായിരുന്നു. 163 വാഹനങ്ങളുടെ കുറവാണ് ഈ വിൽപ്പനയിൽ ഉണ്ടായിട്ടുള്ളത്. 19.2% ഇടിവാണ് വിൽപ്പനയിൽ ഇവർ നേരിടുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് ടോപ്പ് 3 ലിസ്റ്റാണ്. ടോപ്പ് 3 ലിസ്റ്റിൽ 3ാമത്തെ സ്ഥാനത്ത് വരുന്നത് മഹീന്ദ്രയാണ്. മഹീന്ദ്രയ്ക്ക് ഏപ്രിൽ മാസത്തിൽ 3002 വാഹനങ്ങളാണ് വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുള്ളത്. മാർച്ച് മാസത്തിൽ ഇത് 1944 വാഹനങ്ങളായിരുന്നു. 1058 വാഹനങ്ങളുടെ അധിക വിൽപ്പനയിലൂടെ ഇവർക്ക് 54.4% വളർച്ച നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫോർ വീലേഴ്സിൻ്റെ വിൽപ്പനയിൽ 2ാം സ്ഥാനത്തുള്ളത് MG ആണ്. MGക്ക് 3488 വാഹനങ്ങളാണ് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുള്ളത്. മാർച്ച് മാസത്തിൽ ഇത് 3889 വാഹനങ്ങളായിരുന്നു. 401 വാഹനങ്ങളുടെ കുറവാണ് ഈ മാസത്തെ വിൽപ്പനയിൽ ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അത്തരത്തിൽ 10.3% ഇടിവും ഇവരുടെ വിൽപ്പനയിൽ ഉണ്ടായിട്ടുണ്ട്. ഇലക്ട്രിക് ഫോർ വീലേഴ്സിൻ്റെ വിൽപ്പനയിൽ ഇപ്പോഴും 1ാം സ്ഥാനത്തുള്ളത് ടാറ്റ തന്നെയാണ്. ടാറ്റയ്ക്ക് 4461 വാഹനങ്ങളാണ് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുള്ളത്. മാർച്ച് മാസത്തിൽ ഇത് 4710 വാഹനങ്ങളായിരുന്നു. 241 വാഹനങ്ങളുടെ വിൽപ്പന കുറവാണ് ഈ കഴിഞ്ഞ മാസത്തിൽ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അത്തരത്തിൽ 5.3% ഇടിവാണ് ഇവരുടെ വിൽപ്പനയിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.